ദൈവനാമം മുഖത്തുപെടുമാറാകട്ടെ. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ സഭകൾ, അതിൻ്റെ ശുശ്രൂഷകന്മാർ, പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ സഭകൾ, അതിൻ്റെ ശുശ്രൂഷകന്മാർ എന്തിനെയാണ് അവർ പ്രതിനിധീകരിക്കുന്നത്? എന്താണ് അവരുടെ ഉദ്ദേശം? ഈ ദിവസങ്ങളിൽ എന്നെ വളരെയധികം ചിന്താകുലനാക്കുന്ന ഒരു വിഷയമാണത്. കാരണം ജനങ്ങളെല്ലാം ഒരു പ്രത്യേക വികാരത്തോടുകൂടി, ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടി മാത്രം ചലിക്കുന്ന, മാത്രം ചിന്തിക്കുന്ന വ്യക്തികളായി തീരുകയാണ്. ബൈബിൾ എന്താണോ പറയുന്നത്, ബൈബിൾ എന്താണോ പഠിപ്പിക്കുന്നത്, ബൈബിളിൻ്റെ അർത്ഥം എന്താണ്, ബൈബിളിൻ്റെ പവർ എന്താണെന്ന് മനസ്സിലാക്കാതെ ഇപ്പോൾ കാണുന്ന സഭയിലും കാണുന്ന ഉപദേശത്തിലും വന്ന് വീഴപ്പെടുന്ന ഒരു കൂട്ടം വിശ്വാസികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് ന്യൂ ജനറേഷൻ സഭകൾ എന്ന് പറയുന്ന സഭകൾ ചെറിയ തട്ടുകട പോലെ ഇങ്ങനെ മുളച്ചു വരികയാണ്. ഇതെല്ലാം ആളുകൾ വലിച്ചു കൂട്ടുകയാണ്. എന്നാൽ ഇവരുടെ ഇടയിൽ പെടുന്ന കുറേ വിശ്വാസികളുണ്ട്. ഇവരെല്ലാവരും പ്രത്യേക തരത്തിൽ മോട്ടിവേറ്റായി, പ്രത്യേക തരത്തിൽ ചിന്തിക്കുന്നവരായി തീരുകയാണ്. കാരണം ബൈബിൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ബൈബിളിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഉയരത്തിലുള്ളത് ചിന്തിക്കുക എന്നുള്ളതാണ്. ഉയരത്തിലുള്ളത് ചിന്തിക്കുക. എന്നാൽ ഇന്ന് മനുഷ്യരെല്ലാവരും, നമുക്കറിയാം, ലോകത്തിലെ മനുഷ്യരെല്ലാവരും ചിന്തിക്കുന്നത് ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഈ ലോകത്തിൽ നിന്ന് എന്തൊക്കെ നേടാൻ പറ്റുമോ അതൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളാണ് ഈ ലോകത്തിലുള്ള മനുഷ്യർ. എന്നാൽ ഇപ്പോഴത്തെ സമകാലിക വിശ്വാസികൾ എന്ന് പറയുന്നവരും അതേ കൂട്ടത്തിൽ തന്നെയുള്ളവരാണ്. അവർ ഉയരത്തിലുള്ളത് ചിന്തിക്കുവാൻ അവർ താല്പര്യപ്പെടുന്നില്ല. അവരെ പഠിപ്പിക്കുന്ന ഉപദേഷ്ടാക്കന്മാരും അങ്ങനെ തന്നെയാണ്. ന്യൂ ജനറേഷൻ പാസ്റ്റർമാരും അങ്ങനെ തന്നെയാണ്. നിന്റെ അഭിഷേകം, നിന്റെ ജീവിതത്തിലുള്ള അനുഗ്രഹം എല്ലാം കടന്നു വരുന്നത് ഭൂമിയിൽ നിന്ന് മാത്രമാണ്. ഭൂമിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് തപ്പിത്തടഞ്ഞ് നടക്കുന്ന വ്യക്തികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പകരം ഉയരത്തിലുള്ളത് ചിന്തിക്കുവാൻ ആർക്കും മനസ്സില്ല. മനുഷ്യനെ ആഡംബരത്തോട് അടുപ്പിക്കുന്ന ചില ഉപദേശങ്ങൾ കൊണ്ടുവരികയാണ്. മനുഷ്യനെ പ്രവചനത്തിൽ കൂടി അടുപ്പിക്കുന്ന ചില ഉപദേശങ്ങൾ. യഥാർത്ഥത്തിൽ പ്രവചനം എന്താണ്? പ്രവചനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പ്രവചനം ഒരു മനുഷ്യന്റെ ആത്മീയ ജീവിതത്തെ ഉന്നമനപ്പെടുത്തുന്നതാണ് പ്രവചനം എന്ന് പറയുന്നത്. അല്ലാതെ നിന്റെ കണിയാന്മാരെ പോലെ നിന്റെ ഭൂമിയിലുള്ള ഭാവി എങ്ങനെയായിരിക്കും, ഭൂമിയിലുള്ള ഭൗതിക സിറ്റുവേഷൻ എങ്ങനെയായിരിക്കുമെന്ന് പറയുന്നതല്ല പ്രവചനം എന്ന് പറയുന്നത്. ആ ഒരു അടിസ്ഥാനമെങ്കിലും പ്രത്യേക വിശ്വാസികൾ മനസ്സിലാക്കിയെടുക്കണം. ഞാനിവിടെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, എത്ര നാൾ നാം ഈ ലോകത്ത് ജീവിക്കും, എത്ര ദിവസം നമുക്ക് ആയുസ് ഉണ്ടാകും, ആ ദിവസം എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. കളങ്കമില്ലാത്ത, കരടില്ലാത്ത ജീവിതവും വിശുദ്ധിയോടുകൂടി ദൈവത്തിന് സമർപ്പിതമായൊരു ജീവിതം നയിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ചിന്താഗതി വേണ്ടത്. ഞാൻ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആരുടെയും സപ്പോർട്ടില്ലെങ്കിലും, ആരെന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും, വിശുദ്ധ ജീവിതത്തെക്കുറിച്ചും നിർമ്മലമായ ജീവിതത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചും ഞാൻ വ്യക്തമായി വിളിച്ചു പറയാറുണ്ട്. കാരണം എൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. നിങ്ങൾ ഈ ലോകത്തിൽ എന്തെല്ലാം ഭൗതികമായി ഉയർച്ച ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും അതെൻ്റെ വിഷയമല്ല. എൻ്റെ വിഷയം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിലിരിക്കുമ്പോൾ ഉയരുന്ന ലോകത്തിൻ്റെ മുകളിലിരിക്കുന്ന ലോകത്തിന്മേൽ ഒരു ക്രിയേഷൻ നിങ്ങൾ ചെയ്യണം. അതായത് നിങ്ങൾക്ക് അവിടെ ഒരു ജീവൻ വേണം. നിങ്ങൾ അവിടെ, നിങ്ങളുടെ പേര് അവിടെ സ്ഥാപിതമാകണം. ഇതാണ് എൻ്റെ ഉദ്ദേശം. നിങ്ങൾ ഒരിക്കലും നശിച്ചു പോകരുത്. ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് നിങ്ങളുടെ ജീവിതം തീരരുത്. മറ്റൊരു ലോകത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്നവരായി തീരണം. ഇതാണ് എൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ എൻ്റെ മിക്ക പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും അല്ലെങ്കിൽ പഠനങ്ങളും എല്ലാം ഇങ്ങനത്തെ ഈ ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ചായിരിക്കും. പലപ്പോഴും എന്നോട് പലരും പറയാറുണ്ട്, ദേവദാസനെ, നിങ്ങൾക്ക് ഇത് മാത്രമേ ഉള്ളൂ സംസാരിക്കാൻ, എനിക്ക് ഇത് മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത് പറഞ്ഞത് മുഴുവനും ഉയരത്തിലുള്ളത് മാത്രമാണ്, ഈ ലോകത്തിലെ കാര്യമല്ല. പിന്നെ യേശുക്രിസ്തുവിനെ അടുപ്പിക്കുവാൻ വേണ്ടി, യേശുക്രിസ്തു ആരെന്ന് തിരിച്ചറിയാൻ വേണ്ടി ചില അത്ഭുതങ്ങളൊക്കെ ദൈവം തന്നു, ദൈവം ചെയ്തെടുത്തു. പക്ഷെ ആളുകൾക്കെല്ലാം ദൈവം ആ ഒരു വിഷയത്തിന്റെ മണ്ഡലത്തിൽ ചെയ്തെടുത്ത കാര്യം മാത്രം മതി. പകരം ദൈവത്തിന്റെ പ്രധാന ഉദ്ദേശം എന്തെന്ന് മനസ്സിലാക്കാതെയാണ് മുന്നോട്ട് പോകുന്നത്.
അങ്ങനെയല്ല നാം ജീവിക്കേണ്ടത്. ഇന്നത്തെ ന്യൂ ജനറേഷൻ, പാസ്റ്റർമാർ, കഴിഞ്ഞ ദിവസം ഞാനൊരു ദൈവദാസനെ കുറിച്ച് പറഞ്ഞു. കാരണം ഞാനൊരു ഉദാഹരണം എന്ന് പറയുന്നത് അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്തോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. അതിന്റെ കാരണമെന്ന് പറയുന്നത് എത്രയോ ജനങ്ങളെ വഴിതെറ്റിപ്പിക്കുന്ന തലത്തിലാണ് അവരുടെ ഉപദേശം കൊണ്ടുപോകുന്നത്. കോടികളാണ് അവർ കൊയ്തെടുക്കുന്നത്. അവർ പ്രൊഫഷണലാണ്. അവർ പണമുണ്ടാക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തൊരു വഴി മാത്രമാണിത്. പക്ഷേ അത് കേട്ട്, അവരുടെ ഉപദേശം കേട്ട് ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് സമൂഹത്തിൽ തെറ്റിപ്പോകുന്നു. അത് കാണുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ വളരെയധികം സങ്കടം ഉദിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഇങ്ങനെയാണ്: ഈ ലോകത്തിന്റെ ചിന്തകൾ നമ്മളെ ഭരിക്കരുത്. നമുക്ക് എപ്പോഴും നമ്മളെ ഭരിക്കേണ്ട ചിന്ത എന്ന് പറയുന്നത്, ഞാൻ ഉയരത്തിലുള്ളതിന് വേണ്ടി എന്ത് ചിന്തിക്കും, എന്ത് ഞാൻ നേടും, ഉയരത്തിലുള്ളതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും, എന്ത് പ്രവർത്തിക്കും, എന്ത് സമ്പാദിക്കും. ഇതായിരിക്കണം നമ്മുടെ ചിന്താഗതി, നമ്മളെ അലട്ടുന്ന ചിന്താഗതി. പിന്നെ ഈ ലോകത്തിൽ പല ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് നിന്നേ. ഒന്ന് ദൈവത്തിന് വേണ്ടി നിന്ന് ഈ ആവശ്യങ്ങളെല്ലാം നിങ്ങൾക്ക് സ്വതവേ വരും. ദൈവത്തിന്റെ അഭിഷേകത്താൽ നിറയപ്പെടുന്ന ഒരു വ്യക്തിയുടെ ആവശ്യങ്ങൾ കുറവായിരിക്കുമെന്ന്. അല്ല, നിങ്ങൾ ഈ ഭൂമിയെ തപ്പി നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ആവശ്യം നിറവേറത്തില്ല. ഈ വിളിച്ചു പറയുന്ന ഞാൻ, എൻ്റെ ജീവിതത്തിലുള്ള ആവശ്യങ്ങൾ എനിക്ക് ഇല്ലാഞ്ഞിട്ടല്ല. നിരവധി ആവശ്യങ്ങളുണ്ട്, നിരവധി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതല്ല എൻ്റെ വിഷയം. ഈ ലോകത്തിൽ ഞാൻ ആയിരിക്കുന്നതിൻ്റെ വിഷയം എന്ന് പറയുന്നത് അതല്ല. നമുക്കറിയാം, നമ്മളൊരു കാര്യസാധ്യത്തിന് വേണ്ടി ഒരിടത്ത് പോവുകയാണ്. ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരിടത്ത് പോകുമ്പോൾ ഒരു 5 മിനിറ്റേ ഉള്ളൂ നമുക്കവിടെ ആ കാര്യസാധ്യത്തിന് വേണ്ടി. നമുക്ക് 5 മിനിറ്റേ ഉള്ള സമയം. അപ്പോഴാണ് നമ്മുടെ അടുത്തുള്ള ഒരു മനുഷ്യൻ, അടുത്തുള്ള ഒരു സുഹൃത്ത് നമ്മളെ കണ്ടിട്ട് പറയുകയാണ്, നമുക്കൊന്ന് ബിരിയാണി കഴിക്കാൻ പോവാം. അപ്പൊ നമ്മൾ പറയും, എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ പറയും, ഇല്ല, ഞാനൊരു കാര്യസാധ്യത്തിന് വേണ്ടി വന്നതാണ്. ബിരിയാണി എനിക്ക് ഇഷ്ടമുള്ള ആഹാരമാണ്. പക്ഷെ എന്നാലും എനിക്ക് ബിരിയാണി വേണ്ട. കാരണം എൻ്റെ കാര്യസാധ്യം എന്ന് പറയുന്നത്, എൻ്റെ വിഷയം എന്ന് പറയുന്നത് ഇതല്ല. മറ്റൊരു വിഷയത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. എനിക്ക് 5 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള ആഹാരം നമ്മൾ ഒഴിവാക്കും. ഇതുപോലെ ആയിരിക്കും നാം ഈ ലോകത്തിൽ. ഞാൻ ഇവിടെ വന്നത് ചുരുക്കം ചില സമയങ്ങൾക്ക് മാത്രമാണ് എൻ്റെ ആയുസ്സുള്ളത്. എൻ്റെ ഉദ്ദേശം വേറെയാണ്. ഈ ലോകത്തിലെ നന്മകൾ, ഈ ലോകത്തിലെ കാര്യങ്ങളെല്ലാം ബിരിയാണി കഴിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മളെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ വിഷയം അതല്ല. ചെറിയൊരു ആയുസ് എനിക്കുള്ളൂ. എനിക്ക് ഇവിടെ വന്ന് ചില കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. ഇതിനു വേണ്ടിയാണ് നാം നെട്ടോട്ടം ഓടേണ്ടത്. പകരം ഈ ന്യൂ ജനറേഷൻ സഭകൾ നമ്മളെ പഠിപ്പിക്കുന്ന തലത്തിലേക്ക് നമ്മൾ അതിലൊന്നും വീണു കൊടുക്കരുത്. ഈ അനുഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മുടെ തലച്ചോറ് ഈ ഭൂമിയെ തുടരുത്. അനുഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മുടെ തലച്ചോറ് പോകേണ്ടത് ഉയരത്തിലെ ആത്മീയ അനുഗ്രഹത്തിന് വേണ്ടിയാണ് നാം ഇറങ്ങിത്തിരിക്കേണ്ടത്. പൗലോസിനോട് നിങ്ങൾ അനുഗ്രഹം എന്നൊരു വാക്ക് ഉച്ചരിച്ചു നോക്കിക്കേ, പൗലോസിന്റെ ഹൃദയം പോകുന്നത് മുകളിലായിരിക്കും. പ്രൈസിലോട് 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗത്തിലായിരിക്കും അവന്റെ ഹൃദയം ചലിക്കപ്പെടുന്നത്. ഒരിക്കലും അവന്റെ ഹൃദയം ഒരിക്കലും ഭൂമിയിലുള്ളതിനെ നോക്കി അനുഗ്രഹം എന്ന് പറയുവാൻ അവന്റെ ഹൃദയം ഒരിക്കലും ഒരുക്കപ്പെടത്തില്ല. കാരണം അവന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. നമ്മുടെ കാഴ്ചപ്പാട് മാറണം. കാഴ്ചപ്പാട് മാറിയില്ല എങ്കിൽ തീർച്ചയായും നാം ഈ ലോകത്തിൽ വന്നതിന്റെ ഉദ്ദേശം തന്നെ ഇല്ലാതാകും. നാം ഈ ലോകത്തിൽ വന്നതിന്റെ ഉദ്ദേശത്തെ ഇല്ലാതാക്കുവാനാണ് ഈ ലോകത്തിന്റെ ശക്തി നമ്മളെ കൊണ്ട് ശ്രമിക്കുന്നത്. അത് മനസ്സിലാക്കി നിത്യജീവന് വേണ്ടി പോരാടാൻ ആഗ്രഹിക്കുന്നവരായിരിക്കണം. അതല്ലാതെ ഈ ലോകത്തിലെ ജീവിതമാണ് പ്രാധാന്യം കൊണ്ട് നടക്കരുത്. ഇത് ലോകത്തിലെ ജീവിതം എങ്ങനെയും ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരും. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട കാര്യം പോലുമില്ല. നിങ്ങൾ നിത്യജീവന് വേണ്ടിയും അതിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയും അതിൻ്റെതായ ഉത്തേജനത്തിന് വേണ്ടിയും ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയും അഭിഷേകത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് മറ്റു കാര്യങ്ങളെല്ലാം ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി തരും. ദൈവം ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവാഞ്ചലിസ്റ്റ് പ്രേംജി ജോർജ്, നിലമ്പൂർ.